السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. വളരെ കാലിക പ്രസിദ്ധമായ ചില അത്ഭുതങ്ങളാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ എന്നും നിത്യവും ഓതുന്ന സമയത്ത് അതിലെ ഓരോരോ ആയത്തുകൾ അത് നമുക്ക് പ്രത്യേകമായ ചില പാഠങ്ങൾ നൽകും. ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വലിയൊരു പാഠം, വ്യക്തി ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഒരു ആയത്ത്. ഓരോ ദിവസവും നമ്മൾ എന്ന് ഖുർആൻ ഓതുമ്പോൾ അതിന്റെ അർത്ഥം ചിന്തിച്ചോതുമ്പോൾ അത് വലിയ പവറാണ്, അത് നമുക്ക് വലിയൊരു മാറ്റങ്ങളാണ്. അതുകൊണ്ടാണ് ഖുർആൻ എന്നും ഓതുന്നത്. ഇന്നത്തെ എന്റെ വിഷയം ലൈസൽ ബിർറ അൻ തുവല്ലു വജ്ഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹു തആല ഒരു ബെസ്റ്റ് വ്യക്തിയുടെ, ഒരു പേഴ്സണാലിറ്റിയുടെ ക്വാളിറ്റി പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഈമാൻ വേണം. ഒന്നാമത് ഈമാൻ, അതിൽ വിട്ടുവീഴ്ചയില്ല, ഈമാൻ വേണം. രണ്ടാമതായി അല്ലാഹു തആല പറയുന്നത് വആതൽ മാല അലാ ഹുബ്ബിഹി. നിനക്ക് സമ്പത്തിനോട് വല്ലാതെ ആഗ്രഹം ഉണ്ടായിരിക്കും, വല്ലാതെ നിനക്ക് സമ്പത്ത് ആവശ്യമുണ്ടായിരിക്കും. ആ സമ്പത്ത് നിന്റെ കുടുംബക്കാർക്ക്, ഇങ്ങനെ സാമ്പത്തികമായി ആവശ്യമുള്ള പ്രത്യേകം എണ്ണപ്പെട്ട ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്റെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരു ബെസ്റ്റ് വ്യക്തിയുടെ, ഒരു പേഴ്സണാലിറ്റിയുടെ, അല്ലാഹുവിന്റെ അടുക്കൽ ഗുണവാന്മാർ നിസ്കാരത്തിന് മുമ്പ്, സകാത്ത് പറയുന്നതിന്റെ മുമ്പ് ഈമാൻ കഴിഞ്ഞാൽ അവനിൽ ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി പറയുകയാണ്. പണത്തിനോട് അവന് ആവശ്യമുണ്ടായിരിക്കെ അവന് പണം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള മനസ്സുണ്ടാവുക. ഇന്ന് മനുഷ്യന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പണം ചെലവഴിക്കുക എന്നുള്ള സ്ഥലത്താണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ എവിടെയെങ്കിലും ചെലവഴിക്കുക എന്നുള്ളതല്ല, ആദ്യം ചെലവഴിക്കേണ്ടത് ദവിൽ ഖുർബ, അവന്റെ അടുത്ത ബന്ധുക്കൾക്കാണ്. എന്നാൽ ഒരുപാട് സാമൂഹിക മേഖലയിൽ പലരും സേവനങ്ങൾക്ക് മാറ്റിവെക്കാറുണ്ട്. അപ്പോൾ ബന്ധുക്കൾ പട്ടിണിയിലും പരിവട്ടണിയിലുമായിരിക്കും. അവരെ ശ്രദ്ധിക്കാതെ എല്ലാം നിങ്ങൾ സ്വതക്ക ചെയ്യേണ്ടത്. നിങ്ങൾ പറയുന്നു ദവിൽ ഖുർബ, പ്രത്യേകിച്ച് വീട്ടുജോലി ചെയ്യുന്നവർ, വീട്ടിലെ ഉപ്പമാർ രക്ഷിതാക്കൾ, അവർ സമ്പത്തുണ്ടാക്കി കുടുംബത്തിന് ചെലവഴിക്കുന്ന സ്ഥലത്ത് ഒരു പിശുക്ക് കാണിക്കേണ്ടതില്ല. അത് നിങ്ങൾ ചെലവഴിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു നല്ല മനുഷ്യനാകുന്നത്. യായത്തിന്റെ അവസാനം കാണാം, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർ ഇവരാണ്. ഈ ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നു, ഒരു ബുദ്ധിമുട്ടുന്ന സമയത്തും സന്തോഷത്തിന്റെ സമയത്തും എല്ലായ്പ്പോഴും ക്ഷമിക്കുന്നവരാണ്. എന്നിട്ട് പറയുന്നു, ഇവരാണ് തഖ്വയുള്ളവർ. അതുകൊണ്ട് കുടുംബത്തിനും ആവശ്യക്കാർക്കും ചെലവഴിക്കുന്നതിൽ നമ്മൾ പിശുക്ക് കാണിക്കരുത്. വർത്തമാന കേസുകളിൽ ഇന്നലെ ഒരു ഉസ്താദ് ആത്മഹത്യ ചെയ്യപ്പെടുകയുണ്ടായി. എന്തുകൊണ്ട്? നമ്മളുടെ സമുദായത്തിൽപ്പെട്ട ഇത്തരം ആവശ്യങ്ങളുള്ളവരെ സഹായിക്കുന്നതിൽ ഞാൻ ഒരിക്കലും പിന്നിൽ നിൽക്കരുത്. അവിടെ പറയുന്നത് യതീമുകളെ പ്രത്യേകം പരിഗണിക്കണം. വൽ മസാക്കീൻ, മിസ്കീന്മാര്, വബ്നസ് സബീൽ, യാത്രക്കാര്, വസ്സായിലീന, ചോദിച്ചു വരുന്നവർ, ഇങ്ങനെയൊക്കെ നമ്മുടെ മുമ്പിൽ യാചന തേടിയെത്തുന്നവർ, ഇങ്ങനെയൊക്കെ പണത്തിന് ആവശ്യമുള്ളവരെ ഒന്നും നമ്മൾ തട്ടിമാറ്റരുത്. ഉണ്ടെങ്കിൽ സഹായിക്കണമെന്ന് ഈ ആയത്ത് പറയുന്നു. ഇവരാണ് നല്ലവർ. കുറെ നിസ്കാര ടൈം ഉണ്ടാവുക, മറ്റു പ്രകടനങ്ങൾ ഉണ്ടാവുക എന്നതല്ല, മറിച്ച് മനുഷ്യന്റെ മനസ്സിൽ അലിവും സ്നേഹവും സഹകരണവും ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് ഈ ആയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ഈ ഖുർആൻ ക്ലാസ് എല്ലാവരിലേക്കും എത്തിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.